ബിഗ് ബോസ് മലയാളം 6 അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 16-ാം തീയതിയാണ് ഗ്രാൻഡ് ഫിനാലെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആരാകും വിജയ് എന്നറിയാൻ ഷോയുടെയും ഓരോ മത്സരാർത്ഥികളുടെയും ആരാധകർ കാത്തിരിക്കുകയാണ്. ഒട്ടേറെ പ്രത്യേകതകളോടെ എത്തിയ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ പല വിഷയങ്ങളിലും പല തരത്തിലും സാമൂഹികമായ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചതും മറ്റൊരു പ്രത്യേകതയായിരുന്നു. പ്രേക്ഷകരുടെ വിധി നിർണയത്തിൽ മാത്രം മുമ്പോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുന്ന ഷോയുടെ ഉദ്ദേശശുദ്ധിയെ പലപ്പോഴായും പലരും ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വോട്ടിംഗിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെയും അവസാന വിധി നിർണയിക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് എന്നതാണ് ലാലേട്ടൻ വ്യക്തമാക്കിയത്. സീസൺ 6ന്റെ കിരീടം ഹൗസിൽ അവശേഷിക്കുന്ന ഫൈനലിസ്റ്റുകളിൽ ഒരാൾ ചൂടും. വീട്ടിൽ 6 മത്സരാർത്ഥികളാണ് നിലവിലുള്ളത്. അർഹതയുള്ള മത്സരാർത്ഥി വിജയിയായി ഉയർന്നു വരുന്നത് കാണാനാകും ഒരു കൂട്ടം പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. അതേസമയം ഹൗസിൽ ഇപ്പോൾ ഇതുവരെ എവിക്റ്റായി പോയ മത്സരാർത്ഥികളുടെ റീ എൻട്രികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച വരെ മത്സരാർത്ഥികളുടെ റീ എൻട്രികൾ ഉണ്ടാകും. 25 പേരും ഒരുമിച്ചുള്ള ബിഗ് ബോസ് വീട് കാണാനും പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരു നടക്കാത്ത മനോഹരമായ സ്വപ്നം മാത്രമായിരിക്കും. കാരണം പല കാരണങ്ങൾ കൊണ്ടും പലരുടെയും തിരിച്ചുവരവുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി 3 എപ്പിസോഡുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടന്ന ടോപ്പ് 5 മത്സരാർത്ഥികളെ കണ്ടുപിടിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹൗസിൽ വീണ്ടും ഒരു എവിക്ഷൻ നടന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതുവരെ 6 ഫൈനലിസ്റ്റുകളാണ് ഹൗസിൽ ഉണ്ടായിരുന്നത്. ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അഭിഷേക്, ശ്രീതു, ഋഷി. ഇവരിൽ നിന്നും 5 പേർ മാത്രമാണ് ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് എത്തുക. അതിനാലാണ് ഒരാൾ കൂടി ഹൗസിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ശ്രീതു കൃഷ്ണൻ പുറത്തായി എന്നാണ് റിപ്പോർട്ടുകൾ. മിഡ് നൈറ്റ് എവിക്ഷനാണ് ശ്രീതുവിന് വേണ്ടി ബിഗ് ബോസ് ഒരുക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാകും ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ മിഡ് നൈറ്റ് എവിക്ഷൻ നടക്കുന്നത്. കാരണം മൊത്തത്തിൽ മാറ്റിപ്പിടിക്കലാണല്ലോ. തുടക്കം മുതലേ ഈ സീസണിലെ ഏറ്റവും വലിയ സേഫ് ഗെയിമർ ശ്രീതു ആണെന്നൊരു അഭിപ്രായം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. അർജുൻ ശ്രീതു കോംബോ കാരണം മാത്രമാണ് ശ്രീതു ഇത്രയേറെ ദിവസങ്ങൾ ഹൗസിൽ തുടർന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അർജുൻ ശ്രീതു കോംബോയ്ക്ക് ആരാധകർ ഏറെയുണ്ടായിരുന്നു. ഫാൻ പേജുകളിൽ വീഡിയോസും പോസ്റ്റും ഇട്ട് നല്ല രീതിയിൽ കോംബോ ബൂസ്റ്റപ്പ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. കോംബോ ഫാൻസിന്റെ ആരാധകരാണ് ശ്രീതുവിനെ വീട്ടിൽ പിടിച്ചു നിർത്തിയതും. ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ ശ്രീതുവിനോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ ആവശ്യപ്പെട്ടതും അതിൽ ശ്രീതു അസ്വസ്ഥ ആയതുമൊക്കെ പ്രേക്ഷകരുടെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. അപ്സര, സിജോ, നോറ പോലുള്ള ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾ പുറത്തായതും ശ്രീതുവിന്റെ കോംബോ ഗെയിം കാരണമാണെന്ന അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടും ശ്രീതുവിന്റെ എവിക്ഷൻ നല്ല തീരുമാനമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. അർജുൻ ഫാൻസ് മൂലം ശ്രീതു സേവായി ഋഷി പുറത്താകുമോ എന്ന ഭയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. നേരത്തെ എവിക്റ്റായി പോകേണ്ട മത്സരാർത്ഥി ആയിരുന്നു ശ്രീതു എന്നും മറ്റു പല ആരാധകരും പറയുന്നുണ്ട്. ടോപ്പ് 10ൽ പോലും നിൽക്കാൻ ഒട്ടും അർഹതയില്ലാത്ത കണ്ടസ്റ്റന്റ് ആയിരുന്നുവെന്നും ഈ സീസണിലെ ആദ്യത്തെ ഫെയർ എവിക്ഷൻ ശ്രീതുവിന്റേതാണെന്നും കമന്റുകളുണ്ട്. ശ്രീതു എന്നതിനേക്കാൾ ബിഗ് ബോസിൽ വരും മുമ്പ് കുടുംബ പ്രേക്ഷകർക്ക് ശ്രീതു അമ്മ അറിയാതെ സീരിയലിൽ അവതരിപ്പിച്ച അലീന ടീച്ചർ എന്ന കഥാപാത്രമാണ് കൂടുതൽ സുപരിചിതം. എറണാകുളം സ്വദേശിയാണ് ശ്രീതു കൃഷ്ണൻ. പിന്നീട് പഠനവും ജീവിതവും ഒക്കെ ചെന്നൈയിലായിരുന്നു. തമിഴ് സീരിയലിലൂടെയാണ് ശ്രീതു കൃഷ്ണൻ തന്റെ കരിയർ ആരംഭിച്ചത്. സീസൺ 5ൽ ഫിനാലേക്ക് ഒരു ദിവസം മാത്രം ശേഷിക്കെ ലാലേട്ടൻ ഹൗസിൽ നേരിട്ടെത്തി അപ്രതീക്ഷിതമായാണ് 6 മത്സരാർത്ഥികളിൽ നിന്നും ഒരാളെ പുറത്താക്കിയത്. അന്ന് ലാലേട്ടൻ നടത്തിയ എവിക്ഷനിലൂടെ ഹൗസിൽ നിന്നും പുറത്തായത് സെറീനയായിരുന്നു. എന്തായാലും ശ്രീതു പുറത്തായതിനാൽ ടോപ്പ് 5 മത്സരാർത്ഥികൾ സെലക്ടഡ് ആയിരിക്കുന്നു. ഇനിയുള്ളത് ടോപ്പ് 3 മാത്രമാണ്. ശ്രീതു പോയതുകൊണ്ട് കോംബോ ഫാൻസിന്റെ വോട്ട് മൊത്തമായും അർജുന് തന്നെ ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ്.